നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു ഇടവേളയ്ക്ക് ശേഷം മുല്ലപ്പെരിയാർ വിഷയം സജീവമാവുകയാണ്. മുല്ലപ്പെരിയാറിൽ അണക്കെട്ടിന്റെ ഷട്ടർ ഇന്ന് തുറക്കും. തമിഴ്നാട്ടിലെ ജലസേചനത്തിനായാണ് വെള്ളം തുറന്നുവിടുന്നത്. തേനി ജില്ലയിലെ കമ്പം താഴ്വാരത്തിലുള്ള 14,707 ഏക്കർ സ്ഥലത്തെ ഒന്നാം ഘട്ട നെൽകൃഷിക്കായാണ് ഇത്. സെക്കൻഡിൽ 200 ഘനയടി വീതം 120 ദിവസത്തേക്കാണ് തുറന്നുവിടുന്നത്. ഇതോടൊപ്പം മധുര കോർപ്പറേഷൻ പ്രദേശത്തെ കുടിവെള്ളത്തിനായി സെക്കൻഡിൽ 150 ഘനയടി വെള്ളവും തുറന്നുവിടാനാണ് തമിഴ്നാട് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. തേക്കടിയിൽ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് ഷട്ടർ ഉയർത്തുക. സാധാരണഗതിയിൽ ജൂൺ മാസം 1-ാം തീയതിയാണ് കാർഷിക ആവശ്യത്തിന് വെള്ളം എടുക്കാനാണ് ഷട്ടർ ഉയർത്തുന്നത്. മഴക്കുറവ് മൂലമാണ് ഇത്തവണ ഷട്ടർ തുറക്കുന്നത് താമസിച്ചത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാട് സർക്കാരിന്റെ പ്രഖ്യാപനത്തിനെതിരെ ശക്തമായ പ്രതികരണവുമായി മുൻ മന്ത്രി എം മണി രംഗത്ത് വന്നു. തമിഴ്നാട് സർക്കാരിന് തീരുമാനമെടുത്ത് അവിടെ വെക്കാനേ സാധിക്കുകയുള്ളൂവെന്നും നിലവിലുള്ള ജലനിരപ്പ് ഉയർത്താൻ കേരളം ഒരിക്കലും അനുവദിക്കില്ലെന്നും വ്യക്തമാക്കുകയാണ് അദ്ദേഹം. മുല്ലപ്പെരിയാർ ജലനിരപ്പ് സുപ്രീംകോടതി നിജപ്പെടുത്തിയ അളവിൽ മാറ്റം വരുത്താൻ കേരളത്തിനോ തമിഴ്നാടിനോ അവകാശമില്ല. തമിഴ്നാട് ബജറ്റിൽ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത് ദൗർഭാഗ്യകരമാണ്. മുല്ലപ്പെരിയാറിൽ കേരളത്തിന്റെ നിലപാട് വ്യക്തമാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുക എന്നതും തന്നെയാണ് കേരളത്തിന്റെ നിലപാട്. തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുക്കാനും കേരള ജനതയ്ക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കാനും അത്തരം തരത്തിൽ മുല്ലപ്പെരിയാർ വിഷയം അഭിപ്രായ സമന്വയതയോടുകൂടി പരിഹരിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ അഭിപ്രായ സമന്വയത്തിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തമിഴ്നാട് സർക്കാരുമായി കൂടിയാലോചനയ്ക്ക് ശ്രമം നടക്കുന്നുണ്ട്. എന്നാൽ ഇതിനോട് തമിഴ്നാട് സർക്കാർ എന്തു നിലപാടാണ് സ്വീകരിക്കുക എന്നറിയില്ലെന്നും മന്ത്രി മോൻസൺ ജോസഫ് കൂട്ടിച്ചേർത്തു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ കൃത്യമായ സുരക്ഷാ പരിശോധനകൾ നടത്തിയിട്ടില്ലെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ ശ്രമിക്കുമെന്നാണ് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി എൻ മാരി വിൽസൺ പറഞ്ഞത്. നിലവിലുള്ള കരാറുകൾ, ട്രൈബ്യൂണൽ വിധികൾ, നീതിന്യായ നിർദ്ദേശങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായി ജലനിരപ്പ് ഉയർത്തുമെന്നാണ് പ്രഖ്യാപനം. അന്തർ സംസ്ഥാന നദീജലം പങ്കുവയ്ക്കലിന് സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കുമെന്നും മാരി വിൽസൺ പറഞ്ഞു. തമിഴ്നാടിന് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന അളവിൽ വെള്ളം നൽകാൻ കേരളം തയ്യാറാണെന്നും എന്നാൽ കേരളത്തിന്റെ സുരക്ഷയ്ക്കും ജനങ്ങളുടെ ജീവനും അതീവ പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ 3 താലൂക്കുകൾ തമിഴ്നാടിന് വിട്ടുകൊടുക്കണമെന്ന തരത്തിലുള്ള പ്രചാരണങ്ങളെയും അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിച്ചു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത്തരം വ്യാജ പ്രചാരണങ്ങൾ കയ്യിൽ വെച്ചാൽ മതിയെന്നായിരുന്നു ഈ വിഷയത്തിലുള്ള മണിയുടെ പ്രതികരണം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയിൽ നിന്ന് ഉയർത്താൻ ഒരു കാരണവശാലും കേരളം അനുവദിക്കില്ലെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. കേരളം ഇതിനോട് യോജിക്കില്ലെന്നും ഈ നിലപാട് കേരളം വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയായി സുപ്രീംകോടതി നിജപ്പെടുത്തിയിരിക്കുന്നുണ്ടെന്നും കേരളത്തിന്റെ താൽപര്യം കൂടി പരിഗണിച്ചു കൊണ്ടുള്ളതാകണമെന്നും മന്ത്രി മോൻസ് ജോസഫ് വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തണമെന്ന തമിഴ്നാട് സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കേരളം രംഗത്തെത്തി. വിഷയത്തിൽ തമിഴ്നാടിനെ ഔദ്യോഗികമായി പ്രതിഷേധം അറിയിക്കുമെന്നും ആവശ്യമായാൽ കോടതിയെ സമീപിക്കുമെന്നടക്കമുള്ള നടപടികൾ പരിഗണിക്കുമെന്നും ജലവിഭവ മന്ത്രി മോൻസ് ജോസഫ് വ്യക്തമാക്കി. ഒരു സാഹചര്യത്തിലും മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്താൻ അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ഡാമിന്റെ സുരക്ഷയാണ് കേരളത്തിന്റെ പ്രധാന ആശങ്കയെന്നും 142 അടി എന്ന നിലയിൽ മാറ്റമില്ലെന്നും മന്ത്രി പറഞ്ഞു. നിലവിലുള്ള കരാറുകളും ട്രിബ്യൂണൽ വിധികളും കോടതി നിർദ്ദേശങ്ങളും അനുസരിച്ച് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്തണമെന്നാണ് തമിഴ്നാട് ബജറ്റിൽ പ്രഖ്യാപിക്കുന്നത്.